ഹായ് നമസ്കാരം. നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവാണ് നമ്മൾ 2025 അവസാനം നമ്മൾ കണ്ടത്. നമുക്കറിയാം, സർവ്വം മായ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അതിന് ക്രിസ്മസ് റിലീസായി വന്ന സിനിമ ഏകദേശം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് തിയേറ്റർ വിട്ടത്. ഫെബ്രുവരി വരെ ഈ സിനിമ അവിടെ കളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. മലയാളത്തിൽ ഒരു ഫീൽ ഗുഡ് സിനിമ, അതും ഒരു ആക്ഷൻ രംഗങ്ങളുടെ സമ്പന്നതയോ ഒന്നുമില്ലാത്ത ഒരു സിനിമ. ആ ഒരു സിനിമ 150 കോടി നേടുക എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന നേട്ടമാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് നിവിൻ പോളിയെ പോലെയുള്ള താരത്തിന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയായി മാറുകയായിരുന്നു ആ സിനിമയുടെ വിജയം. അഖിൽ സത്യൻ അന്തിക്കാട് നിർമ്മിച്ച, സംവിധാനം ചെയ്ത സിനിമ നിർമ്മാണ പങ്കാളി കൂടിയാണെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ആ ഒരു സിനിമ മലയാളത്തിൽ വലിയൊരു ഓളമുണ്ടാക്കി. ഡെലൂലുവും അതുപോലെ തന്നെ ഈ കഥാപാത്രവും തകർപ്പൻ പെർഫോമൻസിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കി. ഏതായാലും സിനിമയിലെ അജുവിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും പറയാതിരിക്കുന്ന തരമില്ല. നല്ല രസകരമായൊരു കഥാപാത്രമായിരുന്നു. രഘുനാഥ് വലേരിയും ജനാർദ്ദനനും മധുവാര്യരും ഒക്കെ നല്ല രീതിയിൽ തന്നെ തങ്ങളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പ്രബന്ധുവായി വന്ന നിവിൻ പോളിയും തൻ്റെ ഭാഗം ക്ലിയറാക്കിയപ്പോൾ മലയാളികൾക്ക് വീണ് കിട്ടിയത് വലിയൊരു സുവർണ അവസരം തന്നെയായിരുന്നു. അത് അവർ ഉപയോഗിച്ചു, അത് ഹിറ്റാക്കി മാറ്റി. ഇപ്പോൾ ഇതാ മറ്റൊരു സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വരുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോ വീഡിയോ, ടീസർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പ്രതിച്ഛായ എന്ന പേരിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രീകൃതമായിട്ടൊരു സിനിമയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ എതിർചേരിയിൽ ഒരു പക്ഷേ നമ്മുടെ ഷറഫുദ്ദീനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ രംഗങ്ങളൊക്കെ കാണുമ്പോൾ മറ്റൊരു ലൂസിഫർ എന്നുള്ള സിനിമയുടെ മറ്റൊരു പതിപ്പ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നെഗറ്റീവ് സൈഡായിട്ടല്ല പറയുന്നത്. അത്തരത്തിലുള്ളൊരു സിനിമ, അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് ഈ പ്രതിച്ഛായ എന്ന സിനിമ ഞാൻ നോക്കിക്കാണുന്നത്. അത് ബി ഉണ്ണികൃഷ്ണൻ്റെ ഗംഭീര തിരിച്ചുവരവ് കൂടിയായി മാറുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ആ സിനിമയിലെ ഓരോ ഡയലോഗുകളും എല്ലാം തന്നെ മനസ്സ് കീഴടക്കുന്ന രീതിയിലാണ്. സായികുമാറിൻ്റെ കിടിലൻ പെർഫോമൻസ് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹരിശ്രീ അശോകൻ്റെ കിടിലൻ പെർഫോമൻസ് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നിവിൻ പോളിയുടെ സ്വാഗ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു കലിപ്പം മൂഡ് സ്വാഗും, അതുപോലെ രാഷ്ട്രീയ കഥാപാത്രമായിട്ട് സഖാവ് എന്ന സിനിമയിൽ അദ്ദേഹം കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചത്. ആ കഥാപാത്രവും മികച്ചതായിരുന്നു. പക്ഷേ ആ സിനിമയുടെ തിരക്കഥയുടെ പോരായ്മകൾ കൊണ്ടാണ് സിനിമ അന്ന് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. എങ്കിലും ചിത്രം അന്നൊരു അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് മെച്ചമുണ്ടാക്കിയ സിനിമ തന്നെയാണ്. പക്ഷേ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന കാര്യത്തിൽ അത് വിജയിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷേ സാമ്പത്തികം നഷ്ടം വരാതെ പോയ ഒരു സിനിമയാണെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അത്തരത്തിലുള്ളൊരു സിനിമയുടെ കാറ്റഗറിയിലേക്ക് ആയിരിക്കില്ല, അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നൊരു കഥാപാത്രവും കഥയും സിനിമയുമായിരിക്കും ബി ഉണ്ണികൃഷ്ണൻ്റെ ഈ പ്രതിച്ഛായ എന്നാണ് ഞാൻ കണക്ക്